ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക, യുവർ ക്വാറന്റൈൻ ടീച്ചർ. ഇന്ന് നമ്മുടെ ചാലഞ്ച് എൻഡ് ചെയ്യുന്ന ദിവസമാണ് 21st ഡേ. ആക്ച്വലി ഞാൻ ഒരു ദിവസം വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അങ്ങനെ 22nd ഡേ ആണ് ശരിക്കും നോക്കുവാണെങ്കിൽ. പക്ഷേ എങ്കിലും നമുക്ക് 21st നമ്മുടെ ചാലഞ്ച് എൻഡ് ചെയ്യുന്ന ദിവസമായിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ദിവസത്തെ ഒരു ജേണി, നിങ്ങൾക്ക് എന്താണ്, ഹൗ ഡു യു ഫീൽ, നിങ്ങൾക്ക് എന്ത് ചേഞ്ചാണ് ഉണ്ടായത് ഇത്രയും ദിവസത്തിൽ? ഇത് ഏകദേശം 3 ആഴ്ചത്തെ ഒരു ചലഞ്ചാണ്. എന്ത് ചേഞ്ചാണ് നിങ്ങൾക്കിതിലുണ്ടായത്? അത് നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതോ നിങ്ങൾക്ക് ഒരു ചേഞ്ചും ഉണ്ടായില്ലേ? അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയൊരു പോസിറ്റീവ് കാര്യം അല്ലെങ്കിൽ നെഗറ്റീവ്, എന്താണോ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് തോന്നിയത്, അത് നിങ്ങൾ ഈ വീഡിയോയിൽ ഒരു കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുവാണെങ്കിൽ അത് എനിക്കും ഒരുപാട് നിങ്ങളെ പറ്റിയിട്ട് അറിയാനും, അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച്, ഇങ്ങനത്തെ ഒരു ചലഞ്ച് ഞാൻ ഇനി ഫ്യൂച്ചറിൽ കൊണ്ടുവരുവാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കുമെന്നും, എങ്ങനെ ഒരു ഞാൻ അന്ന് ഫസ്റ്റ് ഈ ചാലഞ്ചിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞിരുന്നു ഒരു വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങളിലുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല എനിക്കിനി അടുത്തൊരു ചാലഞ്ചിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഉള്ളൊരു ചാലഞ്ചിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട ആവശ്യം വരത്തുള്ളൂ എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുവാണെങ്കിൽ അതെനിക്കൊരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങളുടെ കമൻസ്. അപ്പോൾ അതുകൂടെ നിങ്ങൾ പറയുവാണെങ്കിൽ വളരെ ഹാപ്പിയാണ്. ഈ ഒരു ചാലഞ്ച് ഞാൻ വളരെയധികം സന്തോഷത്തോടെ കൂടെ ഇപ്പോൾ എൻഡ് ചെയ്തിരിക്കും. അതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ നല്ലൊരു കമൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ വിഷമിച്ച് എൻഡ് ചെയ്യും. എങ്കിലും ഞാൻ കുറച്ചുകൂടെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കൂടെ കഴിയുന്ന തരത്തിലുള്ള ചാലഞ്ചുകൾ ഞാൻ കൊണ്ടുവരും. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, അത് എന്താണേലും, അത് ഏത് ഇമോഷനാണെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. ഓക്കെ. അടുത്തത് എനിക്ക് പറയാനുള്ളത് എൻ്റെ റിവിഷൻ കോഴ്സിനെ പറ്റിയിട്ടാണ്. അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ കോഴ്സാണ് ഇത്തവണ സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി യുവർ ക്വാറന്റൈൻ ടീച്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നീറ്റ് ക്രാഷ് കോഴ്സ് 2024 എന്ന് പറഞ്ഞിട്ട് എൻ്റെ പഴയ കോഴ്സാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലെ വീഡിയോസ് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് വേണോ വേണ്ട, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകില്ലേ എന്നുള്ളത്. ഓക്കെ. നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയാൽ, അതായത് ഈ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അവസാനത്തെ നിമിഷം, നിങ്ങൾ ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും മാസം ഇരുന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ സമയത്ത് എത്ര ഓർമ്മ വരുന്നു എന്നുള്ളതിലാണ് കാര്യം വരുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആൻസർ കിട്ടണം, അല്ലാതെ നിങ്ങൾക്കതിൻ്റെ കൺസെപ്റ്റ് ആ സമയത്ത് മനസ്സിൽ വന്ന ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമില്ല. ഓക്കെ. നിങ്ങളുടെ കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം നിങ്ങളിപ്പോൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്തവരാണ്, നിങ്ങൾ പഠിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് എക്സാമിന് കുറച്ചുകൂടെ 2-3 ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതെ കറക്റ്റ് ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റിവിഷൻ്റെ ആവശ്യമുണ്ട്. പ്ലസ് നിങ്ങൾക്കത് ഓർത്തിരിക്കാനുള്ള എന്തെങ്കിലും ട്രിക്കുകളുടെ ആവശ്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ക്വിക്കായിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ്സാണ് ഈ ബയോളജിയുടെ ഞാനിപ്പോൾ എടുക്കുന്നത്. അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് തവണ റിവൈസ് ചെയ്യുന്നു. അതായത് ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ 1 മന്തിന് ശേഷം ഒരു എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഡ്രാസ്റ്റിക് ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഒരു 2 ഓപ്ഷൻസുകൾ തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. അതായിരിക്കും നിങ്ങളും മറ്റുള്ള കുട്ടികളും തമ്മിൽ വ്യത്യസ്തമാക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സോ നിങ്ങൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഓഗസ്റ്റ് എൻഡ് വരെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യുന്ന എൻ്റെ കോഴ്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ആകാൻ പറ്റും. ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് കൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ നെയിമും ഇമെയിലും കൂടെ എനിക്ക് കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് റിവിഷൻ കോഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. കൂടുതൽ അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അത് എത്ര യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്നുള്ളത് നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ DNA പ്യൂരിൻസ് പിരമിഡൻസ് ഇതിൻ്റെ എക്സാമ്പിൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, അത് ഒരു
ലെക്റ്റിൻ പിഗ്മെൻറ്റിൽ നിന്ന് ഉണ്ടാകുന്നത് എന്താണെന്നുള്ളത് ആണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. അടുത്ത് മൂന്നാമത്തെ ചോദ്യം, GLUT4 എന്ന് പറയുന്ന റിസപ്റ്റർ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം. നാലാമത്തത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അത് കറക്റ്റാണോ റോങ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. The ribosomal present in the chloroplast is smaller than the cytoplasmic ribosomes. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ നാല് ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞത്, ഇത് നാലാവണം അഞ്ച് ഈ അഞ്ചും NCERT-ക്കകത്തിൽ നിന്നെടുത്തതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ലെറ്റ്സ് സീ, ഇത് പ്രോപ്പർ NCERT എന്നുള്ളതാണ്. പ്ലസ് നീറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള ചോദ്യവുമാണ്. കാരണം കറക്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. പ്ലസ് നിങ്ങളുടെ ഇത്രയും നാളത്തെ നിങ്ങളുടെ ജേർണി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. ഞാൻ നിങ്ങളെ മിസ് ചെയ്യും.